നല്ല ഫ്രഷ് വരാൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അതൊന്ന് പൊള്ളിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിനായിട്ട് തൊലിയെല്ലാം ചെത്തിയെടുത്തിട്ട് കല്ലിലിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക ചെയ്യുന്നത്. ചിലർ എനിക്ക് തോന്നുന്നു തൊലി കളഞ്ഞെടുക്കും, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളതെല്ലാം തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് നമ്മൾ പൊള്ളിക്കാൻ എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ മീൻ നമ്മൾ ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുവാണ്. ചെറുതായിട്ട് വരയുമ്പോഴത്തേക്കിനും അതിൽ മസാല പിടിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇങ്ങനെ അരിയുന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് അരിയുവാണ്. ഇനി അതിൽ പുരട്ടാനുള്ള മസാല നമുക്ക് ശരിയാക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, അതിലേക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പും പിന്നെ ഒരു ശകലം വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ശേഷം നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇടയിലോട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അപ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നന്നായിട്ട് പുരട്ടി എല്ലാം എടുക്കണം. ശേഷം നമുക്കിതൊന്ന് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ആ മസാല എല്ലാം മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം. അപ്പം അത്രയും സമയം കൊണ്ട് നമുക്ക് അതിന് ചേർക്കാനുള്ള മസാല ശരിയാക്കാം. അതിലേക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവോള ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവോള വഴണ്ട് കിട്ടും. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടി എടുക്കുക. വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശേഷമാണ് നമ്മളത് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ഒത്തിരി എണ്ണയൊന്നും ഇല്ലാതെ ആണ് നമ്മളിത് എടുത്തത്. പക്ഷേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല നോക്കാം. അത് ഏകദേശം നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും മീറ്റ് മസാലയാണ് ഞങ്ങൾ ആഡ് ചെയ്തേക്കുന്നത്. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴട്ടി പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. ശേഷം അത് നമുക്ക് വാഴയിലേക്ക് പൊള്ളിക്കാനുള്ളൊരു വാഴയില തയ്യാറാക്കി വാഴയിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് നിരത്തി വയ്ക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വരാൽ വയ്ക്കാം. വരാൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല കൂടി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് വരാലിനെ കവർ ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വരാൽ മസാലകളെല്ലാം ഫില്ല് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊരല്പം കുരുമുളക് പൊടി പുറത്തുകൂടി ഒന്ന് വിതറി കൊടുക്കാം. അതും കൂടി ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വാഴയില നമുക്കൊന്ന് വാഴയിൽ ഇതൊന്ന് പൊതിഞ്ഞ് അതിൻ്റെ രണ്ടറ്റത്തും നമുക്ക് വാഴയുടെ നാരുകൊണ്ട് തന്നെ നമുക്കതൊന്ന് നല്ലോണം കെട്ടിവെക്കാം. ഇപ്പോൾ രണ്ടറ്റവും നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ ഈ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു പാത്രം വെച്ച് മൂടി അതൊന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം ആ വാഴയിലയുടെ ആ ഒരു ഇതുമെല്ലാം മീനിലേക്ക് പിടിച്ച് വരും. നമ്മളത് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. പതിയെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഫിഷിൻ്റെ നല്ല സ്മെല്ലും പിന്നെ നല്ല ആവി പറക്കുന്ന നല്ല ചൂടാണല്ലോ. സാധനം നല്ല ചൂടാണ്. ഇതാണ് നമ്മുടെ വരാൽ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചൂട് കാരണം നമുക്ക് അങ്ങോട്ട് കൈയൊന്ന് വയ്ക്കാനായിട്ട് ഇച്ചിരി ഒരു പാടായിരുന്നു. അതുകൊണ്ടാണ് ശകലം നമ്മൾ എടുത്ത് നോക്കുന്നത്. ചൂട് കൊണ്ടാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളി സൂപ്പർ വരാല് പൊള്ളിച്ചതായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ. ഏത് മീനായാലും കുഴപ്പമില്ല, എല്ലാ മീനും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അതിൻ്റെ മസാലയാണ് സൂപ്പർ. മസാലയും ആ ഫിഷും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ഇതാണ്. കപ്പ വേവിച്ചതിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ നമുക്ക്